കർത്താവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യെശയ്യാ പ്രവാചക പുസ്തകം 48-ാം അധ്യായം 22-ാമത്തെ വചനം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നിട്ട് യേശു പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. കാരണം യേശുവിന് മാത്രമേ ഈ സമാധാനം തരുവാനും സമാധാനത്തിൽ ജീവിക്കുവാനും യേശുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. യേശു കർത്താവ് അവിടുന്ന് പറയുകയാണ്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ഈ ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമില്ലാതെ അലയുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണും. കുടുംബത്തിൽ സമാധാനമില്ല, ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിൽ സമാധാനമില്ല, മക്കളും മാതാപിതാക്കളും തമ്മിൽ സമാധാനമില്ല, അയൽവാസികളിലുള്ള കുടുംബങ്ങൾ തമ്മിൽ സമാധാനമില്ല, സഹോദരങ്ങളും തമ്മിലും സമാധാനവും സ്വസ്ഥതയില്ലാത്ത എത്രയോ കുടുംബമാണ് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശു നമ്മുടെ അകത്തേക്ക് കടന്നു വരണം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ലോകത്തിൽ അനേകർക്ക് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയും കൂടിയാണ് യേശു വന്നതെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിന്റെ ആ സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ്, യേശുവിന്റെ കൃപയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. ആത്മാവിന്റെ ഫലങ്ങളിൽ സ്നേഹം, സമാധാനം, സന്തോഷം. സ്നേഹം, സമാധാനം. കണ്ടോ, ആത്മഫലങ്ങളിൽ ഈ സമാധാനവും ആത്മാവിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് യേശുവിലൂടെയാണ്. പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, സമാധാനം, സന്തോഷം, ഇത് നമുക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. ലോകത്തിൽ അനേകർ അനുഭവിക്കാത്ത സമാധാനം യേശുവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? ഈ വചനം കേൾക്കുന്ന നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ എങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. അനേകർ ഉറക്കമില്ലാതെ കടന്നു പോകുന്നവരില്ലേ? കാരണം അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയാൻ ഇടവന്നു, എൻ്റെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അസ്വസ്ഥത മൂലം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, സമാധാനം വേണമെങ്കിൽ യേശു നമ്മുടെ അടുക്കൽ കടന്നു വരണം. യേശു വന്നാൽ നമ്മൾ സമാധാനമുള്ളവരായി മാറും. ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ സമാധാനം വെളിപ്പെട്ടു വരും. നിങ്ങൾ യേശുവിന്റെ മക്കളായി കർത്താവിൽ ഒന്നിച്ച് ജീവിക്കാൻ കർത്താവ് ഇടയാക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.